നമസ്കാരം. യു.ഡി.എഫ് സർക്കാർ അധികാരത്തിലേറിയതോടെ പ്രാവർത്തികമാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്രയോടെ അക്ഷരാർത്ഥത്തിൽ എട്ടിന്റെ പണി കിട്ടിയത് പ്രൈവറ്റ് ബസ്സുകാർക്കാണ്. ഇതോടെ ജിഫോം നൽകാൻ തീരുമാനിച്ച ബസ് ഉടമകൾക്ക് ആശ്വാസകരമായ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് സർക്കാർ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതിനെ തുടർന്ന് യാത്രക്കാർ കൈവിട്ട് നഷ്ടത്തിലായ സ്വകാര്യ ബസ്സുകളെ രക്ഷിക്കാനാണ് KSRTC ബസ്സുകളുടെ സമയം പുനഃക്രമീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്വകാര്യ ബസ്സുകളുമായി മത്സരിച്ച് ഓടിയിരുന്ന പാതകളിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ ഓർഡിനറി ബസ്സുകളുടെ ഷെഡ്യൂളുകൾ പുനഃക്രമീകരിക്കാനാണ് നീക്കം. സ്വകാര്യ ബസ്സുകൾക്കും യാത്രക്കാരെ കിട്ടുന്ന വിധത്തിൽ KSRTC ബസ്സുകളുടെ യാത്രാ സമയത്തിൽ 5 മുതൽ 10 മിനിറ്റ് വരെ മാറ്റം വരുത്താനാണ് നിലവിലെ തീരുമാനം. 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 40% ഷെഡ്യൂളുകൾ സ്വകാര്യ ബസ്സുകാരെ ബാധിക്കുന്ന വിധത്തിലെന്നാണ് പ്രാഥമികമായ നിഗമനം. വരുമാനം പരമാവധി ഉയർത്താനുള്ള നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ ഷെഡ്യൂളുകളാണ് ഇപ്പോഴുള്ളത്. ചില പാതകളിൽ യാത്രക്കാരെ കിട്ടാൻ സ്വകാര്യ ബസ്സുകളുമായി മത്സരിച്ച് ഓടിയിരുന്നു. റൂട്ട് കോൺഫറൻസുകളിൽ സ്വകാര്യ ബസ്സുകാരുമായി തർക്കിച്ച് കൂടുതൽ യാത്രക്കാരെ കിട്ടുന്ന സമയവും സ്വന്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാരുള്ള സ്വകാര്യ ബസ്സുകൾക്ക് മുന്നിൽ KSRTC ഓർഡിനറി ബസ്സുകൾ ഓടിക്കുന്ന പ്രവണതയും ഉണ്ടായിരുന്നു. പരമാവധി വരുമാനം ഉണ്ടാക്കണമെന്ന സമ്മർദ്ദമാണ് ഡിപ്പോ മേധാവികളെ ഇതിലേക്ക് നയിച്ചത്. സൗജന്യ യാത്ര പ്രഖ്യാപിച്ചപ്പോഴും ഇതിൽ മാറ്റം വരുത്തിയിട്ടില്ലായിരുന്നു. ചില പാതകളിൽ ആവശ്യത്തിലധികം പ്രിയദർശിനി ഓർഡിനറികൾ ഉള്ളതായും പരാതിയുണ്ട്. അതേസമയം മറ്റു ചില റൂട്ടുകളിൽ സൗജന്യ യാത്ര പരിമിതമാണെന്നും സർക്കാർ നൽകുന്ന സൗജന്യ യാത്രയുടെ ഗുണം കൂടുതൽ ബസ്സുകളുള്ള തെക്കൻ ജില്ലകൾ പോലും എല്ലാ റൂട്ടുകളിലും ലഭിക്കുന്നില്ല എന്ന പരാതി വ്യാപകമാകുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ 320 സിറ്റി ഫാസ്റ്റുകളും ചില റൂട്ടുകളിൽ കേന്ദ്രീകരിച്ചാണ് ഓടുന്നത്. അതേസമയം മറ്റു ചില പാതകളിൽ പൂർണ്ണമായും പ്രിയദർശിനി ബസ്സുകൾ മാത്രമാണുള്ളത്. സ്വകാര്യ ബസ്സുകളുമായി റൂട്ട് പങ്കിടുന്ന മേഖലകൾ പ്രിയദർശിനി പദ്ധതി ആരംഭിച്ച ശേഷം സ്വകാര്യ ബസ്സുകാരുടെ വരുമാനത്തിൽ പ്രതിദിനം 1500 മുതൽ 2000 രൂപയുടെ വരെ കുറവുണ്ടായി എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. നികുതിയിൽ 50% ഇളവ് നൽകിയെങ്കിലും ഇത്രയും നഷ്ടം സഹിച്ച് പിടിച്ചു നിൽക്കാൻ സ്വകാര്യ ബസ്സുകൾക്ക് കഴിയില്ല. 10 വർഷത്തിനു മുമ്പ് 24,000 സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ അവയുടെ എണ്ണം 8,000-ൽ താഴെയാണ്. പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച പ്രിയദർശിനി പദ്ധതി കാരണം സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ നിന്നും പിന്മാറുന്ന സ്ഥിതിയുണ്ടായാൽ സർക്കാർ നയത്തിന് കടുത്ത തിരിച്ചടിയാകുമെന്ന സൂചന വിവിധ KSRTC റൂട്ട് പുനഃക്രമീകരിക്കാൻ ആലോചിക്കുന്നതിന് പിന്നിലുള്ളത്. പദ്ധതിയുടെ അവലോകനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടപ്പാക്കുക. പ്രിയദർശിനി പദ്ധതിയിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ 30% വർധനവ് ഉണ്ടായതിന്റെ നേട്ടവും KSRTCക്കാണ്. ടിക്കറ്റ് തുക സർക്കാർ നൽകുന്നതിനാൽ വരുമാനത്തിലും വർധനവുണ്ട്. അതേസമയം KSRTC ബസ്സിൽ 3 സ്ത്രീകൾ അതിക്രമം നടത്തിയതായി പരാതി. പ്രിയദർശിനി ബസിന്റെ ബെല്ല് ഉറപ്പിച്ച കയർ സ്ത്രീകൾ വലിച്ചു പൊട്ടിച്ചു. കോഴിക്കോട് സുൽത്താൻ ബത്തേരി ബസ്സിലാണ് അക്രമമുണ്ടായത്. സ്റ്റോപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നായിരുന്നു അക്രമം റിപ്പോർട്ട് ചെയ്തത്.